തൃശൂർ വരവൂരിൽ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഷോക്കേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. എന്നാൽ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് സ്കൂൾ അധികൃതർ. അത് ഷോക്കേറ്റെന്നുള്ള അത് പിന്നെയാണ് അറിയിക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയിക്കുന്നത്. അവിടെ പക്ഷെ അവൻ പറഞ്ഞത് ഒരു കട്ട്ലേറ്റോടെ കുറച്ചൊരു സിമെന്റ് ഇങ്ങനെ പോയിട്ടിരിപ്പുണ്ട്, അവിടെ പിടിച്ചപ്പോൾ ഷോക്കേറ്റു എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഞങ്ങള് പിടിച്ചു നോക്കി, ഇപ്പം വെള്ളിയാഴ്ചയാണൊക്കെ അറിയുന്നത്. വെള്ളിയാഴ്ചയും ചെന്ന് നോക്കി, ഇന്നും ചെന്ന് നോക്കി. അന്നേരമൊന്നും ഞാൻ മാത്രമല്ല, PTA-ക്കാരും പിന്നെ അവിടുത്തെ മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെ ചെന്ന് കൈ തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും സ്റ്റോക്കൊന്നും ഇല്ല. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതെ, അവിടെ വെള്ളം വന്നിരുന്നു, ആ സമയത്ത് വെള്ളം വന്നിരുന്നു, അങ്ങനെയാണ് ഏറ്റവും അവിടെ അങ്ങനെ വെള്ളത്തിന്റെ അംശം ഞങ്ങൾ വെള്ളിയാഴ്ച നോക്കുമ്പോ കണ്ടില്ല. ഒരു തരി ഇങ്ങനെ കോൺക്രീറ്റ് ഒരു മൂലയ്ക്ക് ഇത്തിരി ഇങ്ങോട്ട് പോകുന്നിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ആണല്ലേ? അവിടെ അതായത് ഈ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് ഷോക്കേറ്റതെന്നാണ്. പക്ഷെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളെ അറിയിച്ചത്. ആണല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല അല്ലേ? ഇല്ലില്ല, ഞങ്ങള് മൂന്നാല് പേര് ഞങ്ങൾ കൈ വെച്ച് നോക്കി, പക്ഷെ ഷോക്കൊന്നും വന്നിട്ടില്ല. നൽകാൻ സാനു കെ സജീവ് ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. നിഖിലെ, വളരെ വിചിത്രമായിട്ടുള്ളൊരു വിശദീകരണമാണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതായത് പ്രധാന അധ്യാപിക തന്നെ പറയുന്നത്, ഞങ്ങൾ 3-4 പേർ ചെന്ന് അവിടെ കൈവച്ച് നോക്കിയപ്പോൾ ഞങ്ങളെ ഒന്നും ഷോക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് അവർ ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 3:30 ശേഷമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക് ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ആ വിടവിലൂടെ വെള്ളം ഒലിച്ചിറങ്ങിയിരുന്നു എന്നാണ് ഈ ഷോക്കേറ്റ വിദ്യാർത്ഥി തന്നെ നമ്മളോട് വെളിപ്പെടുത്തി. എന്തായാലും ആ വിദ്യാർത്ഥിയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ തേടിയിരിക്കുകയാണ്. 3 ആഴ്ചത്തെ ചികിത്സയാണ് ആശുപത്രി വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്ന് ഇത് ഭേദമായില്ലെങ്കിൽ MRI സ്കാൻ അടക്കം വേണമെന്ന് ഒരു നിർദ്ദേശവും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഉണ്ടായി, ഇത് വിവാദമായതിനു ശേഷം ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാനായിട്ടുള്ള ശ്രമമാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഈ ഭാഗത്ത്, അതായത് ഈ സ്കൂളിലേക്ക് കയറുന്ന ഭാഗത്തെ കട്ടിളയുടെ സമീപം കോൺക്രീറ്റ് ഇളകിയിട്ടുണ്ട്. ആ വിടവിൽ നിന്നാണ് ഷോക്കേറ്റത്. അതായത് ഈ കോൺക്രീറ്റ് ഇളകിയിരിക്കുന്ന ഭാഗത്ത് വയറിംഗ് ഉണ്ട്. ആ വയറിങ്ങിൽ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് വ്യാഴാഴ്ച ഇതുണ്ടാവുന്നു, വെള്ളിയാഴ്ചയാണ് ഇത് സ്കൂളിൽ അറിയുന്നത്. തുടർന്ന് PTA-യുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തി എന്നുള്ളൊരു മുടന്ത ന്യായം പറഞ്ഞ് തടി തപ്പുകയാണ് സ്കൂൾ അധികൃതർ. ഇത്തരത്തിൽ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല എന്നൊരു തരത്തിലും ഒരു വിഭാഗം അതിനെ വക്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ സ്കൂളിൽ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തുകയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത് ചെറിയൊരു വിഷയമാണ്, ഇത് നിങ്ങൾ വലിയ വിഷയമാക്കി കൊണ്ടുവരരുത്, മാധ്യമങ്ങളുടെ മുന്നിൽ അടക്കം ഇത് അവതരിപ്പിക്കരുതെന്നുള്ളൊരു നിർദ്ദേശവും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ വീഴ്ചകൾ തുടർച്ചയാകുമ്പോഴും ഈ വിഷയമുണ്ടായി ഇത്തരത്തിലൊരു വൈദ്യുതാഘാതമേക്കുന്ന ഒരു സാഹചര്യമുണ്ടായ സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് അത് പരിഹരിക്കുന്നതിന് പകരം അത് നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വരവൂർ സ്കൂളിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJP-യുടെയും ഒപ്പം യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധത്തിനും തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. BJP പ്രവർത്തകർ ഇന്നലെ തന്നെ സ്കൂളിൽ എത്തുകയും അധ്യാപകരോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വേണ്ട മുൻകരുതലുകളൊന്നും ഈ സ്കൂളിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് BJP-യും ആരോപിച്ചിട്ടുണ്ട്. നിഖിൽ. ശരി സാനു.